ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ നമുക്ക് ഇന്ന് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും വേണം, അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും വേണം. ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ പറയുന്നത് ഞാൻ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ദാറ്റ് ഈസ് എഫ് സഫിക്സ് കെ ടി മൈനസ് എ. അത് ഡിഫൈൻ ചെയ്യണത് അറ്റ് എ മുതൽ എ പ്ലസ് കെ വരെ, റിയൽ ലൈനിൽ എ മുതൽ എ പ്ലസ് കെ വരെ ഫംഗ്ഷൻ വാല്യൂ 1/k, അല്ലാത്ത എല്ലാ കേസിലും 0. അത്രയേ ഉള്ളൂ ഈ ഡിഫൈൻ ചെയ്യണത്. ഒന്ന് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഫംഗ്ഷൻ എ മുതൽ എ പ്ലസ് കെ ഇതുവരെ ഫംഗ്ഷൻ വാല്യൂ ഒരു കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ആ കോൺസ്റ്റൻ്റ് ആണ് 1/k. അല്ലാത്ത എല്ലാ കേസിലും 0. അതാണ് എഫ് കെ. ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രമാണ് എഫ് കെ ടി മൈനസ് എ. അപ്പോൾ എഫ് കെ ടി മൈനസ് എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 1/k എപ്പോൾ ടി ഇതിൻ്റെ എയുടെയും എ പ്ലസ് കെയുടെയും ഇടയിലാവുമ്പോൾ 1/k. ഓക്കെ, അല്ലാത്ത എല്ലാ കേസിലും 0. ഇതാണെന്ത് നമ്മൾ പുതുതായി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഫംഗ്ഷനിൽ കെ 0 ആവുമ്പോൾ, കെ 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിൻ്റെ ഏറ്റവും അടുത്ത് കെ 0 പറഞ്ഞെന്താ എ പ്ലസ് കെ 0 പറഞ്ഞെന്താ ഈ പോയിന്റ് ഇതിൻ്റെ ഏറ്റവും അടുത്തേക്ക് വരിക. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് കേസാണ് ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കെ ഗോസ് ടു 0, ദാറ്റ് ഈസ് ലിമിറ്റ് കെ ഗോസ് ടു 0 എഫ് കെ ടി മൈനസ് എ. ഈ ഫംഗ്ഷന് പറയുന്ന പേരാണ് ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ. നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. ഇതാണ് നമ്മൾ ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി പറയാം, നമ്മൾ പുതുതായി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് എഫ് സഫിക്സ് കെ ടി മൈനസ് എ, ദാറ്റ് ഈസ് എഫ് കെ ഓഫ് ടി മൈനസ് എ, ദാറ്റ് ഈക്വൽ ടു 1/k. എപ്പോൾ എയും എ പ്ലസ് കെയുടെയും ഇടയിലാവുമ്പോൾ, ടിയുടെ വാല്യൂ എയുടെയും എ പ്ലസ് കെയുടെയും ഇടയിലാവുമ്പോൾ ദാറ്റ് ഒരു കോൺസ്റ്റൻറ്റ് കെ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് 1/k. അല്ലാത്ത എല്ലാ കേസിലും 0. ഇതാണ് എഫ് കെ. ഇവിടെ ഒന്നും കൂടി എഴുതാം, എഫ് സഫിക്സ് കെ എഫ് കെ ടി മൈനസ് എ. ഓക്കെ, ഈ ഫംഗ്ഷനാണ് എഫ് കെ ടി മൈനസ് എ. ഇനി ഇവിടെ കെ 0ക്ക് പോകുമ്പോൾ, കെ 0ക്ക് പോകാൻ എന്താ, കെ ഇവിടെ 1 ആണെങ്കിൽ എ പ്ലസ് 1 ആയിരിക്കും. ഇനി ഈ 1 1/2 ആകുമ്പോൾ ഇങ്ങോട്ട് വരും, 1/3 ആകുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ വരും. അപ്പോൾ 0ക്ക് വരുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അടുത്തേക്ക് പോകും. ഓക്കെ, അങ്ങനത്തെ കേസിലാണെങ്കിൽ 1 ഇതിൻ്റെ ഏറ്റവും അടുത്തേക്ക് പോകാൻ എന്താ, ഏറ്റവും വലുതാവുകയാണ് ചെയ്യണത്. ദറ്റ് ഈസ് 1/1/2. കെ 1 ആകുമ്പോൾ 1/1 ആയിരിക്കും. കെ 1/2 ആകുമ്പോൾ 1/1/2, ദാറ്റ് ഈസ് 2 വരും. ഇതിൻ്റെ ഏറ്റവും അടുത്തേക്ക് പോകുമ്പോൾ ഏറ്റവും വലുതാവാൻ ഫംഗ്ഷൻ ഏറ്റവും ഹയസ്റ്റ് ആവും. 1/3 കെ 1/3 ആകുമ്പോഴോ 1/1/3 വരും, ദാറ്റ് ഈസ് 1/1/3 വരും. കെ 1/4 ആകുമ്പോഴോ 1/1/4, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടുത്ത വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ ആയിരിക്കും. ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എഫ് കെ. കെ ഗോസ് ടു 0 ആകുമ്പോൾ, ദാറ്റ് ഈസ് കെ ഗോസ് ടു 0 ആകുമ്പോൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ. അത് ഡിഫൈൻ ചെയ്യണത് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഡിറാക്ക് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ഡെൽറ്റ ഓഫ് ടി മൈനസ് എ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസറിൽ കെക്ക് 0 കൊടുക്കുക. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യണത് ലാപ്ലാസ് എഫ് കെ ടി മൈനസ് എ, ഈ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് കണ്ടുപിടിക്കും. എന്താണ് ഡെഫിനിഷൻ? ഇൻ്റഗ്രൽ 0 to ∞ e raised to minus st എഫ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഈ എഫ് ഓഫ് ടി പറഞ്ഞാൽ ഈ ഫംഗ്ഷനാണ്. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, ഈ ഫംഗ്ഷൻ എവിടെ മുതൽ എവിടെ ഡിഫൈൻ ചെയ്യണത്, ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണത് 0 മുതൽ എ വരെ 0 ആണ്. നമുക്ക് 0 to ∞ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. 0 മുതൽ എ വരെ നമുക്ക് ആകെ ഡിഫൈൻ ചെയ്യും എ മുതൽ എ പ്ലസ് കെ വരെ 1/k, അല്ലാത്ത എല്ലാ കേസിലും 0. ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ 0 to ∞ 0 to a e raised to minus st into എഫ് കെ ടി മൈനസ് എ ഡി ടി പ്ലസ് ഇനി എ ടു 0 മുതൽ എ വരെ എ ടു എ പ്ലസ് കെ വരെ, നെക്സ്റ്റ് എ പ്ലസ് കെ മുതൽ ∞ വരെ, ദാറ്റ് ഈസ് എ ടു എ പ്ലസ് കെ ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി. എഫ് ഓഫ് ടി പറഞ്ഞു കഴിഞ്ഞാൽ എഫ് കെ ടി മൈനസ് എ ഡി ടി. ഇനി ഒരു ടേം കൂടി ഉണ്ട്, എ പ്ലസ് കെ മുതൽ ∞ വരെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ പ്ലസ് കെ ടു ∞
ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് കെ ടി മൈനസ് എ ഇൻറ്റു ഡി ടി. നമുക്കറിയാം ഈ ഫംഗ്ഷൻ എന്താണ്, ഇത് 0 ആണ്. കാരണം ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമേ 1/k ഡിഫൈൻ ചെയ്യണുള്ളൂ. ഇവിടെ 0 ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈ ടേമും 0 വരും. ദെർഫോർ നമുക്ക് ഇത് മാത്രം എന്താ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ ഇ റേസ് ടു മൈനസ് എസ് ടി എന്താണ് എഫ് കെ ടി മൈനസ് എ ഡി ടി. ദാറ്റ് ഈസ് 1/k ഡി ടി. 1/k കോൺസ്റ്റൻ്റാ, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 1/k ഇൻ്റഗ്രൽ എ ടു എ പ്ലസ് കെ ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, ഇൻ്റഗ്രൽ വാല്യൂ എന്ത് വരും? ദാറ്റ് ഈസ് 1/k ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും എ ടു എ പ്ലസ് കെ എ ടു എ പ്ലസ് കെ. ഓക്കെ, ദിസ് ഈക്വൽ ടു 1/k ഞാൻ പുറത്ത് എഴുതി 1/k. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടിക്ക് നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കും. ദാറ്റ് ഈസ് ടിക്ക് എ പ്ലസ് കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ മൈനസ് എസ് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് എസ്. ദാറ്റ് ഈസ് ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം. ദിസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ മൈനസ് കെ എസ്. ബാക്കി അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന ടൈമിൽ ടിക്ക് നമ്മൾ എന്ത് ചെയ്യും, അപ്പർ ലിമിറ്റ് കൊടുക്കും. ദാറ്റ് ഈസ് എസ് ഇൻറ്റു ഇ പവർ മൈനസ് എസ് ഇൻറ്റു എ പ്ലസ് കെ മൈനസ് ഇ പവർ മൈനസ് എന്തായിരുന്നു, ഇ പവർ മൈനസ് എസ് ടിക്ക് എ കൊടുക്കും. ദാറ്റ് ഈസ് മൈനസ് എ എസ്. ദാറ്റ് ഈക്വൽ ടു ഇവിടെ ഈ മൈനസ് എന്ത് ചെയ്യാം, അകത്തോട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് എ എസ് മൈനസ് ഇ റേസ് ടു മൈനസ് എസ് ഇൻറ്റു എ പ്ലസ് കെ ഓൾ ഡിവൈഡഡ് ബൈ കെ എസ്. ഇതാണ് ലാപ്ലാസ് ഓഫ് എഫ് കെ. ദാറ്റ് ഈസ് നമ്മൾ കണ്ടുപിടിച്ചത് ലാപ്ലാസ് ഓഫ് എഫ് കെ ടി മൈനസ് എ. ഇതാണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കെ 0 ആവുന്ന കേസാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ദെർഫോർ ലാപ്ലാസ് ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ടി മൈനസ് എ ദാറ്റ് ഈക്വൽ ടു എന്താ വേണ്ടേ, ഇതിന് ലിമിറ്റ് കൊടുക്കുക. ദാറ്റ് ഈസ് ലിമിറ്റ് കെ ഗോസ് ടു 0 ലാപ്ലാസ് ഓഫ് എഫ് കെ ടി മൈനസ് എ ദാറ്റ് ഈക്വൽ ടു ലിമിറ്റ് കെ ഗോസ് ടു 0 എന്താണ് എഫ് കെ ടി മൈനസ് എ. ദാറ്റ് ഈസ് ഇ പവർ മൈനസ് എ എസ് മൈനസ് ഇ പവർ മൈനസ് എസ് ഇൻറ്റു എ പ്ലസ് കെ ഓൾ ഡിവൈഡഡ് ബൈ കെ എസ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ കേക്ക് 0 കൊടുക്കും. കെ ഗോസ് ടു 0 കൊടുക്കും. കേക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യും. വേണമെങ്കിൽ 1/s വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 1/s പുറത്തേക്ക് എടുത്തു. ബാക്കി ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി, ഇവിടെ കേക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ ഇ പവർ മൈനസ് എ എസ് മൈനസ് ഇവിടെ കേക്ക് 0 കൊടുക്കുമ്പോൾ ഇ പവർ മൈനസ് എ എസ് ഡിവൈഡ് ബൈ കെ. ഈ രീതിയിലാണ് വരിക. ഓക്കെ, കേക്ക് 0 കൊടുക്കുമ്പോൾ മുകളിൽ എന്ത് വരും, ഇ പവർ മൈനസ് എ എസ് മൈനസ് ഇ പവർ 0. അപ്പോൾ കേക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ 0 വരും, താഴെയും 0 വരും. അപ്പോൾ 0/0 ഫോം നമുക്ക് പഠിച്ചിട്ടുണ്ട്. 0/0 ഫോം ഈ രീതിയിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എല്ലോ സ്പിറ്റർ റൂൾ അല്ലെങ്കിൽ എല്ലോ പിത്താൾ റൂൾ ഉപയോഗിക്കും. എന്താ എല്ലാ പിത്താൾ റൂള്, മുകളിലത്തിൻ്റെയും താഴത്തിൻ്റെയും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു കെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് വീണ്ടും ലിമിറ്റ് ചെയ്യുക. ദാറ്റ് ഈക്വൽ ടു അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു കെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യണം, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ലിമിറ്റ് കെ ഗോസ് ടു 0. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു കെ ആണ്, ഈ ടേം 0 ആയി പോകും. ദാറ്റ് ഈസ് 0 മൈനസ് ഇവിടെ വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, ഇ പവർ മൈനസ് എസ് ഇൻറ്റു എ പ്ലസ് കെ. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു കെ ആണ് ചെയ്യുന്നത്. ദെർഫോർ ഒരു മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ് ഓൾ ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു കെ ചെയ്യുമ്പോൾ 1 വരും. ദാറ്റ് ഈക്വൽ ടു എന്തായിരിക്കും ആൻസർ, ലിമിറ്റ് കെ ഗോസ് ടു 0. താഴെ ഒരു 1/s ഉണ്ടായിരുന്നു, ഈ 1/s ഞാൻ അവിടെ തന്നെ എഴുതി. ഇനി കെ ഗോസ് ടു 0 ഈ മൈനസ് പ്ലസ് വരും. ദാറ്റ് ഈസ് മൈനസ് പ്ലസ് ആയി. ദാറ്റ് ഈസ് 1/s ഇൻറ്റു ഈ 1/s അകത്തോട്ട് എടുത്തു. ദാറ്റ് ഈസ് ഇ പവർ മൈനസ് എ എസ് ഇൻറ്റു എസ്. ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. പിന്നെ കെ ഇവിടെ ഇല്ല, കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. ദെർഫോർ ഇ പവർ മൈനസ് എ എസ്. അപ്പോൾ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഡിഫൈൻ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ, ആൾസോ ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ എഴുതിയത്. അപ്പോൾ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്താ ഡിഫൈൻ ചെയ്തു, നെക്സ്റ്റ് അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത്
അപ്ലിക്കേഷൻ ടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അഥവാ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എസ് എ ഭാഗത്തു നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒരുപാട് ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെയാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ആദ്യം കുറച്ച് റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. y എന്നുള്ളത് ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ലാപ്ലാസ് ഓഫ് y ഡാഷ് ഇസ് ഈക്വൽ ടു ഈ ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ പഠിക്കാൻ സിമ്പിളാണ്. ഒന്ന് ജനറലൈസ് ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റത്തെ ലാപ്ലാസ് ഓഫ് y ഡാഷ് എന്താണ്? ലാപ്ലാസ് ഓഫ് y ഡാഷ് ഈക്വൽ ടു എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് y മൈനസ് y ഓഫ് 0. ഇതാണ് ലാപ്ലാസ് ഓഫ് y ഡാഷിൻ്റെ ഇക്വേഷൻ. ഇനി ഡബിൾ ഡെറിവേറ്റീവ് ആണെങ്കിലോ, ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് ആണെങ്കിലോ, ഈ എസ് ഏതാണോ ഡെറിവേറ്റീവ് അതായിരിക്കും എസിൻ്റെ പവർ വരിക. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് y. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ഓഫ് y. തേർഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് y. ഓക്കെ, ഇനി അടുത്ത ടേമോ, ഇനി ഓരോ ടേമിലും എസിൻ്റെ പവർ കുറഞ്ഞു പോകും, എല്ലാം മൈനസാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ആണെങ്കിൽ അടുത്ത ടേം എസ് ഇൻറ്റു y ഓഫ് 0. ഒരു പ്രാവശ്യം കൂടി കുറയും, എസ് കംപ്ലീറ്റ് പോണ വരെ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്ത് പോകും. അപ്പോൾ അടുത്ത ടേമിൽ എസ് ഉണ്ടാവില്ല, y ഡാഷ് ഓഫ് 0. എന്താ സംഭവിക്കണേ? ഇവിടെ എസ് സ്ക്വയർ ആ എസിൻ്റെ പവർ കുറയണേ, പക്ഷേ ഈ y ഓഫ് 0 അടുത്ത y ഡാഷ് ഓഫ് 0, അടുത്ത y ഡബിൾ ഡാഷ് ഓഫ് 0. അപ്പോൾ ഈ ടേം ലാപ്ലാസ് ഓഫ് y ട്രിപ്പിൾ ഡാഷ് എന്ത് വരും? എസ് ക്യൂബ് ലാപ്ലാസ് ഓഫ് y മൈനസ് കംപ്ലീറ്റ് മൈനസ് ആണ്, പിന്നെ എസ് ക്യൂബ് ആണ്, പിന്നെ ഒരു എസ് സ്ക്വയർ വരും, പിന്നെ ഒരു മൈനസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ എസ് വരും, പിന്നെ ഒരു മൈനസ് ഇട്ട് കണ്ട് എസ് കഴിഞ്ഞു കംപ്ലീറ്റ് ആയി. എസ് സ്ക്വയർ ഇൻറ്റു y ഓഫ് 0. ഇനി ഡെറിവേറ്റീവ് കൂടി വരും, എസ് ഇൻറ്റു y ഡാഷ് ഓഫ് 0 y ഡബിൾ ഡാഷ് ഓഫ് 0. ഫോർത്ത് ഡെറിവേറ്റീവ് ആണെങ്കിലോ, ലാപ്ലാസ് ഓഫ് ഫോർത്ത് ഡെറിവേറ്റീവ് ആണെങ്കിലോ, ദാറ്റ് ഈക്വൽ ടു എസ് റേസ് ടു 4 ഇൻറ്റു ലാപ്ലാസ് ഓഫ് y. പിന്നെന്താ? ഒരു ടേം കുറയും, എസ് ക്യൂബ് ഇൻറ്റു y ഓഫ് 0. ഇനി ഒരു ടേം കൂടി കുറയും, എസ് സ്ക്വയർ ഇൻറ്റു y ഡാഷ് ഓഫ് 0. നെക്സ്റ്റ് ഒരു ടേം കൂടി കുറയും, എസ് ഇൻറ്റു y ഡബിൾ ഡാഷ് ഓഫ് 0. കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു ടേം കൂടി പോകണം, ദാറ്റ് ഈസ് y ട്രിപ്പിൾ ഡാഷ് ഓഫ് 0. അപ്പോൾ ഇത് പഠിക്കാൻ സിമ്പിളാണ്, ഒന്ന് ജനറലൈസ് ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾ ഏകദേശം ഒരു y ഡാഷിന് y ഡബിൾ ഡാഷിന് y ട്രിപ്പിൾ ഡാഷിന് y ഫോർത്ത് ഡെറിവേറ്റീവ് y ഫിഫ്ത്ത് ഡെറിവേറ്റീവ് എഴുതുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് കാണാതെ പഠിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റിസൾട്ട് കാണാതെ പഠിക്കണം. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് y ഡാഷ് ഈക്വൽ ടു എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് y മൈനസ് y ഓഫ് 0. നെക്സ്റ്റ് ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് ഈക്വൽ ടു എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ഓഫ് y മൈനസ് എസ് ഇൻറ്റു y ഓഫ് 0 മൈനസ് y ഡാഷ് ഓഫ് 0. ഇവിടുന്ന് അങ്ങോട്ട് എന്താണ്? y ഓഫ് 0 y ഡാഷ് ഓഫ് 0 അങ്ങനെ കൂടി പോകും. ഓക്കെ, ഇനി എങ്ങനെ ഇത് നമ്മൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ റിസൾട്ട് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഫസ്റ്റ് സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു t. നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്തിട്ടില്ല, തേർഡ് മൊഡ്യൂൾ നമ്മൾ ലാസ്റ്റ് എടുക്കാൻ വേണ്ടി വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇത്തിരി ബുദ്ധിമുട്ടാണ് നോൺ ഹോമോജീനിയസ് വരികയാണെങ്കിൽ, പക്ഷേ ലാപ്ലാസ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉപയോഗിക്കണമെങ്കിൽ ഇതുവരെയുള്ള എല്ലാ റിസൾട്ടും അറിഞ്ഞിരിക്കണം. അഥവാ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിഞ്ഞിരിക്കണം, ഇൻവേഴ്സ് അറിഞ്ഞിരിക്കണം, അതിൻ്റെ എല്ലാ തിയറീസ്, കൺവല്യൂഷൻ തിയറം അറിയണം, അതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ലാപ്ലാസ് ചെയ്യും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കംപ്ലീറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോം ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു t. തന്നിട്ടുണ്ട് y ഓഫ് 0 ഈക്വൽ ടു 1, y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -2. നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്ന ഒരു കാര്യമുണ്ട്, y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു t. നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ലാപ്ലാസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് y. ലെഫ്റ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്തു? ലാപ്ലാസ് ഉപയോഗിച്ചു. റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? ലാപ്ലാസ് ഓഫ് ഉപയോഗിച്ചു. ഇനി നമുക്ക് ലീനിയർ പ്രോപ്പർട്ടി അറിയാം, ലാപ്ലാസിൻ്റെ ലീനിയർ പ്രോപ്പർട്ടി അറിയാം. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് ലാപ്ലാസ് ഓഫ് y ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് t. ഓക്കെ, ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് t. എന്നാൽ ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ഓഫ് y മൈനസ് എസ് ഇൻറ്റു ലാപ്ലാസ് ഓഫ് 0 y ഓഫ് 0
മൈനസ് വൈ ഡാഷ് ഓഫ് 0. ഇത്രയുമാണെന്ത് ലാപ്ലാസ് ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് ലാപ്ലാസ് ഓഫ് വൈക്ക് നമുക്കില്ല. ലാപ്ലാസ് ഓഫ് വൈ നമ്മൾ അതേപോലെ എഴുതാം. ലാപ്ലാസ് ഓഫ് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് വൈ ട്രിപ്പിൾ ഡാഷ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി അടുത്ത ലാപ്ലാസ് ഓഫ് വൈ ആണ്, അത് അതുപോലെ തന്നെ എഴുതി. ലാപ്ലാസ് ഓഫ് വൈ ഈക്വൽ ടു എന്നാൽ ലാപ്ലാസ് ഓഫ് ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ദാറ്റ് ഈസ് 1/s². ഓക്കെ. ഇനി ഇവിടെ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. വൈ ഓഫ് 0 1 ആണ്, വൈ ഡാഷ് ഓഫ് 0 -2 ആണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. വൈ ഓഫ് 0 നമുക്കറിയാം, വൈ ഡാഷ് ഓഫ് 0 നമുക്കറിയാം. Therefore, s² into Laplace of y minus s into 1, that is minus s. Next, -2 into, that is y dash of 0 equal to -2 ആണ്. That is minus -2, that is +2 equal to 1/s². Okay. Plus, sorry, ഇവിടെ ഒരു പ്ലസ് ലാപ്ലാസ് ഓഫ് വൈ കൂടി ഉണ്ട്. ലാപ്ലാസ് ഓഫ് വൈ പ്ലസ് ലാപ്ലാസ് ഓഫ് വൈ. ഇനി ലാപ്ലാസ് ഓഫ് വൈ ഞാൻ ഒന്നിച്ച് എഴുതാൻ പോവാ. s² Laplace of y plus Laplace of y equal to 1/s². ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? പ്ലസ് എസ്. ഇതിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ -2. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ലാപ്ലാസ് ഓഫ് വൈ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ലാപ്ലാസ് ഓഫ് വൈ ഈക്വൽ ടു കിട്ടിക്കഴിഞ്ഞാൽ അതിന്ന് ലാപ്ലാസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ വൈ കിട്ടും. അപ്പോൾ ലാപ്ലാസ് ഓഫ് വൈ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ലാപ്ലാസ് ഓഫ് വൈ രണ്ടിലുണ്ട്, അത് കോമൺ ആയി പുറത്തേക്ക് കൊടുത്തു. ബാക്കി s² + 1 ഈക്വൽ ടു 1/s² + s -2. ഓക്കെ. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് വൈ. ലാപ്ലാസ് ഓഫ് വൈ ഈക്വൽ ടു എന്താ സംഭവിക്കുക? ലാപ്ലാസ് ഓഫ് വൈ ഈക്വൽ ടു ഈ s² + 1 ഇങ്ങോട്ട് വരും. ഇതിൻ്റെ കംപ്ലീറ്റ് ഡിനോമിനേറ്ററിലേക്ക് വരും. That is 1/, that equal to 1/s² into എന്തായിരുന്നു? s² + 1. 1/s² into s² + 1. നെക്സ്റ്റ് അടുത്തത് പ്ലസ് s divided by s² + 1 minus 2/s² + 1. ഓക്കെ. നമുക്ക് എന്താ വേണ്ടേ? എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് പറയാം. വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു ടി. ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വൈ എന്ന ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടണം? ടി കിട്ടും വേണം. ഇത്രയും കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞാൽ എന്താണ്? വൈ ഈക്വൽ ടു പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. നമ്മൾ ഏത് വരെ എത്തി? ലാപ്ലാസ് ഓഫ് വൈ വരെ എത്തി. ഇവിടുന്ന് വൈ കിട്ടണമെങ്കിൽ എന്താ? രണ്ട് സൈഡും ലാപ്ലാസ് ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെർഫോർ ഈ ലാപ്ലാസ് ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്തായി? വൈ ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s² into s² + 1 പ്ലസ് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s/s² + 1 -2 into ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s² + 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ 3 ടേമിൻ്റെയും ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. 2 ടേമിൻ്റെ ഇൻവേഴ്സ് വളരെ സിമ്പിളാണ്. ഇവിടെ ഈ ഒരു ടേം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഈ ഒരു ടേം എന്താ? എന്നാൽ ലാപ്ലാസ് ഇൻവേഴ്സ് എന്താണ്? ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് s divided by s² + 1. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. മുകളിൽ എസ്, താഴെ s² + 1 വന്നതുകൊണ്ട്, പ്ലസ് വന്നതുകൊണ്ട് ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. മുകളിൽ എസ് വന്നതുകൊണ്ട് കോസും ആണ്. ദാറ്റ് ഈസ് കോസ് ω t. ഈ ഒമേഗ എന്താണ്? 1 ആണ്. ഇവിടെ ശരിക്കും ω² വരണ്ടേ. ദാറ്റ് ഈസ് 1² ആണ്. ദെർഫോർ 1t, ദാറ്റ് ഈസ് കോസ് ടി. ഇനി ഇതെന്താണ്? ഇത് നമുക്ക് ഇതേപോലെ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s² + 1. ഇതും ഇതേപോലെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ s ആയിരുന്നു, ഇവിടെ 1 ആയിരുന്നു. താഴെ രണ്ടും സെയിമാണ്. താഴെ s² + 1 പ്ലസ് വരികയാണെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ, മൈനസ് വരികയാണെങ്കിൽ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ. ഓക്കെ. അപ്പോൾ മുകളിൽ കോൺസ്റ്റന്റ് വന്നതുകൊണ്ട് സൈൻ ആണ്. നെക്സ്റ്റ് ഇവിടെ നോക്കുക. എന്താണ്? സൈൻ, ദാറ്റ് ഈസ് സൈൻ ടി. ω = 1 ആണ്. ദെർഫോർ സൈൻ ടി. അപ്പോൾ ഈ 2 ഫംഗ്ഷൻ നമുക്കറിയാം. ഇനി ഇതും കൂടി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s² into s² + 1. ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഒന്നെങ്കിൽ എന്ത് ചെയ്യാം? പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് കൺവല്യൂഷൻ തിയറി ഉപയോഗിക്കുന്നതാണ്. എന്താണ് കൺവല്യൂഷൻ തിയറി പറയുന്നത്? ഇതിനെ ഏത് രൂപത്തിലേക്ക് മാറ്റി എഴുതണം? 1/s²
എസ് സ്ക്വയർ പ്ലസ് 1. ഇതിനെ ഏത് രൂപത്തിലേക്ക് മാറ്റി എഴുതണം? 1/s² ഇൻറ്റു 1/s² പ്ലസ് 1. ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് എസും ഇതിനെ ജി ഓഫ് എസും വിളിക്കാം. ഇതിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് ടി ഇൻവേഴ്സ് കണ്ടുപിടി. ഇതിൻ്റെ ഇൻവേഴ്സ് എന്താ? ഇതിൻ്റെ ഇൻവേഴ്സ് അതാണ് എഫ് ഓഫ് ടി. ഇതിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൺവല്യൂഷൻ തിയറം. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് എഫ് ഓഫ് ടി. എന്താണ് ഇതിൻ്റെ ഇൻവേഴ്സ്? ടിയുടെ ദാറ്റ് ഈസ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/s². ദാറ്റ് ഈസ് 1/s²ൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ആണ് ടി. നെക്സ്റ്റ് ചെയ്തോ, ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ജി ഓഫ് ടി എന്താണ്? ജി ഓഫ് ടി ഈക്വൽ ടു ദാറ്റ് ഈസ് 1/s² പ്ലസ് 1. സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് ഇവിടെ നമ്മൾ എഴുതി. സൈൻ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ് 1/s² പ്ലസ് 1. ദെർഫോർ ഇതിൻ്റെ ഇൻവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ടി ആണ്. ദെർഫോർ സൈൻ ടി. ഇനി കൺവല്യൂഷൻ തിയറി ഉപയോഗിക്കാം. ദെർഫോർ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 1/s² ഇൻറ്റു s² പ്ലസ് 1 ദിസ് ഈക്വൽ ടു എന്നാണ് കൺവല്യൂഷൻ തിയറം പറയുന്നത്. ഇതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? എഫ് സ്റ്റാർ ജി ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് കൺവല്യൂഷൻ ടി ആയിരിക്കും. എന്നാണ് എഫ് കൺവല്യൂഷൻ ടി? കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു ഇൻ്റഗ്രൽ 0 to t ജി എഫ് ഓഫ് ഫസ്റ്റ് എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഇൻറ്റു ഡി യു. ഓക്കെ, എന്താണ് എഫ്? എഫ് ഈക്വൽ ടു ടി ജിയോ സൈൻ ടി. ഓക്കെ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തെറ്റിക്കാതെ ചെയ്യണം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് യു ഈക്വൽ ടു എഫ് ഓഫ് ടി എന്തായിരുന്നു? ടി ആയിരുന്നു. ദെർഫോർ എഫ് ഓഫ് യു ഈക്വൽ ടു യു. ഇനി സൈൻ ജി ഓഫ് ടി എന്തായിരുന്നു? ജി ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ആയിരുന്നു. നമുക്ക് എന്താ വേണ്ടേ? ജി ഓഫ് ടി മൈനസ് യു അഥവാ ടിയുടെ സ്ഥാനത്തൊക്കെ എന്ത് ചെയ്യുക? ടി മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെർഫോർ ജി ഓഫ് ടി മൈനസ് യു ദാറ്റ്സ് ഈക്വൽ ടു സൈൻ ടി മൈനസ് യു. Therefore, this equal to integral 0 to t f of u that is u. Next, g of t minus u that is sin t minus u into du. Integral with respect to u ചെയ്യണം. ഒന്നാമത്തെ പോളിനോമിയലാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ബ്രാക്കറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ തന്നെ ഫസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതി. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണോ അതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ ടി മൈനസ് ടിയുടെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് കോസ് ടി മൈനസ് യു വിത്ത് റെസ്പെക്ട് ടു യു ആണ്. ദെർഫോർ മൈനസ് പുറത്ത് വരും, -1. കാരണം യുടെ കോവിഷ്യൻ്റ് -1 മൈനസ് അടുത്തത് യുടെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് 1 അഗൈൻ ഇതിൻ്റെ ഇൻ്റഗ്രൽ. ദെർഫോർ ഇൻ്റഗ്രൽ എന്ത് വരും? ഈ മൈനസ് പ്ലസ് ആയി. ഓക്കെ, ബാക്കി കോസിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഈസ് സൈൻ ടി മൈനസ് യു അഗൈൻ ഒരു മൈനസ് പുറത്ത് വരും. ഇനി അടുത്ത ടേം പ്ലസ് ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ദാറ്റ് ഈസ് ഈ 0 to t ദാറ്റ് ഈക്വൽ ടു ഈ മൈനസ് പ്ലസ് ആയി ഒന്നുകൂടി റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഇൻറ്റു കോസ് ടി മൈനസ് യു. നെക്സ്റ്റ് ഈ മൈനസ് പ്ലസ് ആവും ദാറ്റ് ഈസ് പ്ലസ് സൈൻ ടി മൈനസ് യു. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to t. എന്തിനാണ് നമ്മൾ ടി കൊടുക്കുക? യുവിനാണ് നമ്മൾ ടി കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു യു ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടിയും 0യും നമ്മൾ യുവിനാണ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? യുവിന് ടി കൊടുക്കുമ്പോൾ യു ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് ടി ഇൻറ്റു കോസ് ടി മൈനസ് ടി ദാറ്റ് ഈസ് ടി ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് ഇവിടെയോ? ഇവിടെ യൂണിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 ദാറ്റ് ഈസ് 1 + 0. അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് ആയി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ? ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? യുക്ക് 0 കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയി പോവും. ദാറ്റ് ഈസ് 0. ഇവിടെ യുക്ക് 0 കൊടുക്കുമ്പോൾ സൈൻ ടി ദാറ്റ് ഈസ് പ്ലസ് സൈൻ ടി ദാറ്റ് ഈക്വൽ ടു 1 + 1 മൈനസ് സൈൻ ടി. ഓക്കെ, ദെർഫോർ നമ്മൾ കംപ്ലീറ്റ് ആൻസർ എന്തായി? ഫസ്റ്റ് 1 മൈനസ് ഇതിൻ്റെ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ടി. നെക്സ്റ്റ് ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് പ്ലസ് കോസ് ടി. നെക്സ്റ്റ് ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതിയിട്ടുണ്ട് ദാറ്റ് ഈസ് -2 സൈൻ ടി ദാറ്റ് ഈസ് 1 ദാറ്റ് ഈക്വൽ ടു 1 + കോസ് ടി മൈനസ് ടി ഇവിടെ 2 ടൈംസ് മൈനസ് സൈൻ ടി. Therefore, minus sin t minus 2 sin t that is -3 sin t. ഓക്കെ, ഇതാണ് നമ്മളെ ആൻസർ.
അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതുവരെയുള്ള റിസൾട്ട് കംപ്ലീറ്റ് അറിയണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഏതെങ്കിലും തിയറം വെച്ച് കണ്ടുപിടിച്ചാൽ പോരാ, ഏത് തിയറം വെച്ച് എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, പെട്ടെന്ന് ചെയ്ത് നോക്കാം. ഞാൻ കംപ്ലീറ്റ് ആക്കണില്ല, ഇൻവേഴ്സ് വരെ ഞാൻ ചെയ്ത് നിർത്താം, എന്നിട്ട് അടുത്ത മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. സോൾവ് ബൈ യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 3 cos 2t y ഓഫ് 0 ഈക്വൽ ടു 0 y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. നമ്മൾ ചെയ്യാൻ പോണത് കംപ്ലീറ്റ് ലാപ്ലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു ലാപ്ലാസ് ഓഫ് 3 cos 2t. ദാറ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് ലീനിയർ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് ലാപ്ലാസ് ഓഫ് y ഈക്വൽ ടു 3 ഇൻറ്റു ദാറ്റ് ഈക്വൽ ടു 3 ഇൻറ്റു ലാപ്ലാസ് ഓഫ് cos 2t. എന്നാൽ ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ് റിസൾട്ട് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് എ സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ഓഫ് y മൈനസ് എസ് ഇൻറ്റു y ഓഫ് 0 മൈനസ് y ഡാഷ് 0. ഇത്രയും എന്താണ് ലാപ്ലാസ് ഓഫ് y ഡബിൾ ഡാഷ്. ഇനി ലാപ്ലാസ് ഓഫ് y അതുപോലെ തന്നെ എഴുതാം, കാരണം y ഡാഷ് ആണെങ്കിൽ y ഡബിൾ ഡാഷിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈക്വൽ ടു 3 ഇൻറ്റു ലാപ്ലാസ് ഓഫ് cos 2t. എന്താ ലാപ്ലാസ് ഓഫ് cos 2t പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ലാസ് ഓഫ് cos 2t ദാറ്റ് ഈസ് കോസ് വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ എസ് എഴുതാം. ഓക്കെ, കറണ്ട് ഒന്ന് പോയതാണ്, സോറി. കോസ് വന്നുകൊണ്ട് മുകളിൽ എസ് എഴുതാം, താഴെ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഒമേഗ എന്താണ് 2, ദാറ്റ് ഈസ് 4. അപ്പോൾ ഇത്രയുമായി. ഇനി ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ഓഫ് 0 ഈ ടേം 0 ആണ്, y ഡാഷ് ഓഫ് 0 ഈ ടേം 0 ആണ്. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലാസ് ഓഫ് y പ്ലസ് ലാപ്ലാസ് ഓഫ് y ഈക്വൽ ടു 3s ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ഇനി ലാപ്ലാസ് ഓഫ് y നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി എന്താണ് എസ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 3s ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ലാപ്ലാസ് ഓഫ് y ആണ്, എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് 3s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. Therefore y ഈക്വൽ ടു ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് 3s ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1 ഡിവൈഡ് ബൈ ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ഈ രീതിയിൽ എഴുതാം. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇതേത് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. 3 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതെന്താണ്, കൺവല്യൂഷൻ തിയറം വെച്ച് ചെയ്യാൻ പറ്റും. ഇതേതാണ്, ഇവിടെ 3 ഇൻറ്റു എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 വരിക. ഇതിൻ്റെ കറസ്പോണ്ടിങ് നമുക്കറിയാം എന്താണ്, cos 2t. ഇതിൻ്റെ നമുക്കറിയാം എന്താണ്, sin t. ഇവിടെ എന്ത് ചെയ്യാം, കൺവല്യൂഷൻ തിയറം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ തരുന്ന മെറ്റീരിയൽ നോക്കുക, കൃത്യമായി പ്രോബ്ലം ചെയ്ത് പഠിക്കാം. ഓക്കെ, നിങ്ങളെ സിലബസിൽ ഏറ്റവും സിമ്പിൾ മൊഡ്യൂളാണ് ഈ 5th മൊഡ്യൂൾ. ഇവിടെ നിന്ന് 20 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. 20 മാർക്കിൽ ഒന്നും അറിയില്ലെങ്കിലും, നിങ്ങൾക്ക് ഈ മൊഡ്യൂളിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് 15 മാർക്ക് സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റും. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്തുനിന്ന് 15 മിനിമം 15 മാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ആ രീതിയിൽ തന്നെ പഠിക്കാം. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ 5 ആണ്. ഈ മൊഡ്യൂൾ 5ൽ ഏതെല്ലാം ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, രണ്ടാമത്തെ ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ ഇൻ്റഗ്രൽ, മൂന്നാമത്തെ ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം. 3 ടോപ്പിക്കാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഫൊറിയർ ഇൻ്റഗ്രൽ, രണ്ടാമത്തെ ഫൊറിയർ ട്രാൻസ്ഫോം, മൂന്നാമത്തെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. ഈ 3 കാര്യങ്ങൾ, ഈ 3 ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളൂ. ഒന്നുകൂടി പറയാം, ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, അത് തന്നെ വീണ്ടും അതിൽ പറയുന്നുണ്ട് ഫൊറിയർ സൈൻ ഇൻ്റഗ്രലും കൊസൈൻ ഇൻ്റഗ്രലും. അപ്പോൾ ഇത് ഒറ്റ ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം. 100% ഉറപ്പാണ് ഇതിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത്. 1-2 ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുണ്ടാവും. രണ്ടാമത്തെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, അതേപോലെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അതുപോലെ ഫൊറിയർ ട്രാൻസ്ഫോം. ഈ 2 ടോപ്പിക്കും നമ്മൾ ഒന്നിച്ച് പഠിക്കാം. എന്താണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം, ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം, അതേപോലെ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം ഉണ്ട്, അതിലെ 2 ടോപ്പിക്കാണ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമും ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോമും. പിന്നെ അതേപോലെ ഇൻവേഴ്സിൻ്റെ ഈ 3 ടോപ്പിക്ക്, ഇൻവേഴ്സ്
ഫൊറിയർ അതാ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമും അതേപോലെ അതിൻ്റെ ഫൊറിയർ സൈനും കൊസൈനും. ഈ 2 ടോപ്പിക്ക് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കാരണം ഇതുവരെ ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഈ 3 ടോപ്പിക്കാണ്. ഒന്ന് ഫൊറിയർ ഇൻ്റഗ്രൽ, അതിൻ്റെ കൊസൈനും സൈനും. രണ്ടാമത്തെ ഫൊറിയർ ട്രാൻസ്ഫോം, അതിൻ്റെ കൊസൈനും സൈനും. പിന്നെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം, അതിൻ്റെ കൊസൈനും സൈനും. ഓക്കെ, ഈ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 3 ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് എടുക്കുന്നത് ടോപ്പിക്ക് ഫൊറിയർ ഇൻ്റഗ്രലാണ്. ഫൊറിയർ ഇൻ്റഗ്രലിലെ ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും 7 മാർക്കാണെങ്കിൽ 6 മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി എവിടെയെങ്കിലും നമ്മൾ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ 1 മാർക്ക് പോവുള്ളൂ. ഓക്കെ, നമുക്ക് ആ രീതിയിൽ തന്നെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് എടുക്കുന്ന ടോപ്പിക്ക് ഫൊറിയർ ഇൻ്റഗ്രൽ. നമുക്ക് 20 മിനിറ്റ് ഉള്ളത്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ ഭാഗം കവർ ചെയ്യാം. ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിക്കുന്നത് ഫൊറിയർ സൈൻ ആൻഡ് കൊസൈൻ ഇൻ്റഗ്രലാണ്. ഓക്കെ, നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. എന്നാൽ ഫൊറിയർ ഇൻ്റഗ്രൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഈ കാര്യം എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു, ഫൊറിയർ ഇൻ്റഗ്രൽ എഴുതാൻ പറഞ്ഞു. ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഫൊറിയർ ഇൻ്റഗ്രൽ, ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ, f(x) എന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ദാറ്റ് ഈസ് f(x) ഈക്വൽ ടു ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രൽ രൂപത്തിലേക്ക് മാറ്റി എഴുതണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻ്റഗ്രൽ രൂപത്തിലേക്ക് എഴുതണം. ദാറ്റ് ഈസ് f(x) ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ a ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, f(x) ഈക്വൽ ടു അതിലെ a ഒമേഗ കോസ് ഒമേഗ പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ. ലിമിറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം, 0 to ∞ ആണ്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തെറ്റില്ല. ഈ ഡെഫിനിഷനിൽ f(x) ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. f(x) ഈക്വൽ ടു അഥവാ ഫൊറിയർ ഇൻ്റഗ്രലിലെ f(x) ഈക്വൽ ടു 0 to ഇൻ്റഗ്രൽ 0 to ∞ a ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ. അപ്പോൾ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും എഴുതണ്ട, ഇത്രയും കാര്യങ്ങൾ അതേപോലെ എഴുതി വെക്കുക. ഈ കാര്യങ്ങൾ അതേപോലെ എഴുതി വെക്കുക. അതിൻ്റെ താഴെ ഈ a ഒമേഗ ബി ഒമേഗ കണ്ടുപിടിക്കേണ്ട ഈക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് a ഒമേഗ? a ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -∞ to ∞ f(x) കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതാണെന്ത് a ഒമേഗ. ബി ഒമേഗ ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. a ഒമേഗ അതിൽ കോസ് ഒമേഗ ആയിരിക്കും, ബി ഒമേഗയിലോ സൈൻ ഒമേഗ ആയിരിക്കും, സൈൻ ഒമേഗ എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. അപ്പോൾ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ ഒരു തെറ്റും വരുത്താതെ ഇതേപോലെ എഴുതി വെക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഇത് 2ഉം കണ്ടുപിടിക്കുക. വേറൊന്നും ചെയ്യാനില്ല, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നില്ല, ചെയ്താലും തെറ്റില്ല. അപ്പോൾ ഇത് അതേപോലെ എഴുതുക. ഈ a ഒമേഗയും ബി ഒമേഗയും നിങ്ങൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നും കൂടി വായിക്കാം. ഫൊറിയർ ഇൻ്റഗ്രൽ, Fourier integral representation of a function f(x) is given by f(x) equal to integral 0 to ∞ a omega cos omega x plus b omega sin omega x d omega. എന്നിട്ട് ഇതിലെ a ഒമേഗയും ബി ഒമേഗയും താഴെ എഴുതിയിട്ടുണ്ട്. വേർ a ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -∞ to ∞ f(x) കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ബി ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ -∞ to ∞ f(x) സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഇതാണ് ഫൊറിയർ ഇൻ്റഗ്രൽ. ഇനി എന്താണ് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും സൈൻ ഇൻ്റഗ്രലും? ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫൊറിയർ കൊസൈനിൽ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് a ഒമേഗയും കോസ് ഒമേഗയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഫൊറിയർ സൈനിലോ ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ദെർഫോർ ഞാൻ പറയാം, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ f(x) എന്താണ് ഇൻ്റഗ്രൽ. ഇവിടെ വീണ്ടും പറയണേ, ദാറ്റ് ഈസ് 0 to ∞. ഇവിടെയും 0 to ∞ a ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ കൊസൈൻ ഇൻ്റഗ്രലിൽ a ഒമേഗ കോസ് ഒമേഗ മാത്രമേ ഉള്ളൂ. ഇവിടെയോ സൈനിലോ
ബി ഒമേഗ ഈ ടേം മാത്രം ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ. അപ്പോൾ ഇനി ഇവിടെ എ ഒമേഗ മാത്രമേ ഉള്ളൂ, ഇവിടെ ബി ഒമേഗ മാത്രമേ ഉള്ളൂ. ഇനി ഈ എ ഒമേഗ കണ്ടുപിടിക്കണം. ഇത് ചോദിക്കുകയാണെങ്കിലോ ഇവിടുത്തെ ബി ഒമേഗ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് നിങ്ങൾ കാണാതെ പഠിക്കണം. കുറേ പ്രാവശ്യം നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കുക. എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത്രയും ഡെഫിനിഷൻ അതേപോലെ പേപ്പറിൽ എഴുതി പഠിക്കുക. ഓക്കെ, അന്നേരം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനഃപ്പാടമാവും. ഫസ്റ്റ് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ, that is f of x equal to integral 0 to infinity a omega cos omega x d omega. എല്ലാ ഡെഫിനിഷനിലും എഫ് ഓഫ് എക്സ് എന്താണ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. അതിൻ്റെ എ ഒമേഗയും ബി ഒമേഗ എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. ഈ വ്യത്യാസം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എ ഒമേഗ ബി ഒമേഗയിലൊക്കെ വിത്ത് റെസ്പെക്ട് ടു എക്സും ഈ എഫ് ഓഫ് എക്സിൽ വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. ഓക്കെ, ഇനി ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ വേർ ബി ഒമേഗ ഈക്വൽ ടു 2/π. ഇവിടെ 1/π ആണ്, ഇവിടെ 2 അതിൻ്റെ ഇരട്ടിയാണ്. ഇവിടെ 1/π ആണ്, ഇതിൻ്റെ ഇരട്ടിയാണ് എന്ത് 2/π. പിന്നെ ഉള്ളത് എ ഒമേഗ ഫോറിയർ ഇൻ്റഗ്രലിൽ എ ഒമേഗക്ക് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് അല്ലേ, ബി ഒമേഗക്കും -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പക്ഷേ കൊസൈനിൽ സൈനിലും കംപ്ലീറ്റ് എന്താണ് 0 to ആണ്. അപ്പോൾ ആ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൽ ഫോറിയർ സൈൻ ഇൻ്റഗ്രൽ ചോദിക്കുകയാണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എപ്പോഴും 0 to ഇൻഫിനിറ്റി ആണ്. ഇനി ഫോറിയർ ഇൻ്റഗ്രൽ ആണെങ്കിലോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡെഫിനിഷനിലെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് 0 to ഇൻഫിനിറ്റി, മറ്റേത് രണ്ടെന്നാണ് -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായി മനസ്സിലാവും. ഫസ്റ്റ് നിങ്ങൾ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് റിസൾട്ട്. ഏതാ രണ്ട് റിസൾട്ട്? ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് നമ്മൾ ലാപ്ലാസ് ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ റിസൾട്ട്? ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് കോസ് ബി എക്സ് ഡി എക്സ് ദിസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഈ റിസൾട്ട് നിങ്ങൾ കാണാതെ പഠിക്കണം, കാരണം ഷുവറാണ് ഇത് ഉപയോഗം വരും. എക്സാമിന് ഈ ഭാഗത്ത് ഏത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഫോർമുല വെച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, നമ്മൾ പ്രോബ്ലം അടുത്ത ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി വേറൊരു കാര്യം കൂടി ഞാൻ എഴുതാൻ വിട്ടു പോയതാണ്. ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് വിചാരിക്കാം. ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ് ഓഡ് ഫംഗ്ഷൻ? എഫ് ഓഫ് -x is equal to -f of x വരിക. അഥവാ സൈൻ എക്സ് നമുക്കറിയാം, സൈൻ -x is equal എന്താ -sin x. അപ്പോൾ സൈൻ എക്സ് അല്ലെങ്കിൽ x³ അല്ലെങ്കിൽ x⁵5 ഇതെല്ലാം എന്താണ് ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ -a to a ഓഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും 0 ആണ് വരിക. ഇത് പറയാൻ കാരണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അകത്തുള്ളത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ചുമ്മാ ഇൻ്റഗ്രേറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് 0 എഴുതി വെച്ചാൽ മതി. ഇനി ഇൻ്റഗ്രൽ -a to a ഈവൻ ഫംഗ്ഷൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ dx തന്നിട്ടുള്ള ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 2 times ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതും. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്താണ്? നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും ഇവിടെ. ഇപ്പോൾ x² ഇങ്ങനെ വരും, ദറ്റ് ഈസ് y ഈക്വൽ ടു x², y ഈക്വൽ ടു x², y ഈക്വൽ ടു സൈൻ എക്സ്, y ഈക്വൽ ടു മോഡ് എക്സ്. അതൊക്കെ എന്താണ് എക്സ് ആക്സിന് ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, -a to a ഇൻ്റഗ്രേറ്റ്, നമുക്കറിയാം ഇൻ്റഗ്രൽ പറഞ്ഞാൽ എന്താ ഈ ഏരിയയാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ -a to a ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടുപിടിച്ചാൽ മതി, കാരണം ഇതേ ഏരിയയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0 മുതൽ a വരെ കണ്ടുപിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഡബിൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഈവൻ ആണെങ്കിൽ നമ്മൾ സിമ്മട്രി അബൌട്ട് y ആക്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 0 മുതൽ a വരെ കണ്ടുപിടിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ ഡബിൾ എടുക്കും. ഈവൻ ആണെങ്കിൽ ഇനി ഓടാണെങ്കിൽ വ്യത്യാസം, ഇപ്പോൾ y⁵ അല്ലെങ്കിൽ സൈൻ എക്സിൻ്റെ പ്രശ്നം എന്താ, സൈൻ എക്സ് ഇങ്ങനെ പോണത് അല്ലേ, ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ്, പക്ഷേ ഈ അടിക്ക് താഴോട്ടാണ് വരിക. ഇവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെ സംഭവിക്കും, പക്ഷേ താഴോട്ട് വരിക. ഇപ്പോൾ നമ്മൾ -a to a എടുക്കുമ്പോൾ ഇവിടെ എന്താണ് നെഗറ്റീവ് ഏരിയ വരും, ഇവിടെ പോസിറ്റീവ് ഏരിയ വരും. അപ്പോൾ ഇവിടെ പ്ലസ് ആവും, ഇവിടെ മൈനസ് ആവും, രണ്ടും എന്ത് ചെയ്യും
ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് 0 വരും. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിലോ അതിൻ്റെ 2 ടൈംസ് വരും. ഓക്കെ, സമയം കളയണില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായി പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ. ക്വസ്റ്റ്യൻ ഇതേപോലെ വരിക, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു വളവോ തിരിവോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക, ഒരു കൺഫ്യൂഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് വരില്ല. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. തന്നിട്ടുണ്ട്, കൃത്യമായി തന്നിട്ടുണ്ട്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായി തന്നിട്ടുണ്ട് എവിടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഞാൻ അതിൻ്റെ കൂടെ ജസ്റ്റ് വരക്കാം. ദാറ്റ് ഈസ് ഇവിടെ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡി എക്സ് ലെസ് ദാൻ 1 ആവുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. എപ്പോഴാണ് മോഡി എക്സ് ലെസ് ദാൻ 1 വരിക? മോഡി എക്സ് ലെസ് ദാൻ കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൈനസ് കെ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ കെ. മോഡി എക്സ് ലെസ് ദാൻ 2 പറഞ്ഞു കഴിഞ്ഞാലോ മൈനസ് 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. മോഡി എക്സ് ലെസ് ദാൻ 5 പറഞ്ഞു കഴിഞ്ഞാലോ മൈനസ് 5 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5. അപ്പോൾ മോഡി എക്സ് ലെസ് ദാൻ കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്താ? മൈനസ് കെ ലെസ് ദാൻ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മോഡി എക്സ് ലെസ് ദാൻ 1 എന്നാ. അപ്പോൾ -1 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 2. അല്ലാത്ത എല്ലാ കേസിലോ? അല്ലാത്ത കേസ് പറഞ്ഞാൽ ഇത് ലെസ് ദാൻ 2, മറ്റേത് ഗ്രേറ്റർ ദാൻ 1. ദാറ്റ് മോഡി എക്സ് ലെസ് ദാൻ 1, ഇവിടെ ഗ്രേറ്റർ ദാൻ 1. അഥവാ ഇതല്ലാത്ത എല്ലാ കേസിലും 0. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രേറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് ഫൈൻഡ് ഫോറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ? -1ൻ്റെയും 1ൻ്റെയും ഇടയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. അല്ലാത്ത എല്ലാ കേസിലും 0. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? ഫോറിയർ ഇൻ്റഗ്രലാണ് ചോദിച്ചിട്ടുള്ളത്. ഫോറിയർ ഇൻ്റഗ്രൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ ചെയ്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഞാൻ പറഞ്ഞിരുന്നു ഇത് കാണാതെ പഠിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to ∞ എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇത് ഇതേപോലെ നിങ്ങൾ എഴുതി വെക്കുക. കൂടുതൽ ഇതിൽ നിങ്ങൾ ഇനിയൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എ ഒമേഗയും ബി ഒമേഗയും കണ്ടുപിടിക്കുക. വേറെ ഒരു ടാസ്കും നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പോൾ ഫോറിയർ ഇൻ്റഗ്രൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതി വെക്കുക. എന്നിട്ട് അതിൽ എ ഒമേഗ ബി ഒമേഗ എഴുതി വെക്കുക. എ ഒമേഗയും ബി ഒമേഗയും ചെയ്ത് കണ്ടുപിടിക്കുക. നമുക്ക് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ദാറ്റ് ഈസ് എ ഒമേഗ കണ്ടുപിടിക്കണം. എ ഒമേഗ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? 1/π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു 1/π. ഇവിടെ നോക്കി, നമ്മൾ തൊട്ട് മുന്നേ ഞാൻ വരച്ച് കാണിച്ചു. നമുക്ക് എവിടെ മുതൽ എവിടെ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണേ? -∞ മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പക്ഷേ അവിടെ -∞ മുതൽ -1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ദാറ്റ് ഈസ് 0 തന്നിട്ടുണ്ട്. എവിടെ മാത്രമേ 2 ഉള്ളൂ? -1 മുതൽ 1 വരെ മാത്രമേ 2 ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടും 0 ആണ്. അപ്പോൾ ഇത്രയും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏത് മുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? -1 to 1. ഇത് മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അവിടെ എന്താണ് ഫംഗ്ഷൻ്റെ വാല്യൂ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം. വൃത്തിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. That equal to a omega equal to definition -∞ to ∞ f of x cos omega x dx ആണ്. മറ്റേ ഡി ഒമേഗ ജസ്റ്റ് അവിടെ എഴുതി വെച്ചാൽ മതി, അത് കണ്ടുപിടിക്കൊന്നും വേണ്ട. ഇനി എ ഒമേഗ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് -∞ മുതൽ നമുക്കറിയാം -1 വരെ. അത് കഴിഞ്ഞിട്ട് -1 മുതൽ 1 വരെ. അത് കഴിഞ്ഞിട്ട് 1 മുതൽ ഇൻഫിനിറ്റി വരെ. ഈ രീതിയിലാണ് വരിക. കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് -1 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 2, അല്ലാത്ത എല്ലാ കേസിലും 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ വാല്യൂ പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്താണ്? 0 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത ഈ ഭാഗത്ത് എന്താണ്? -1 മുതൽ 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആണ്. 2 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് -1 മുതൽ ഇൻഫിനിറ്റി വരെയോ 0 ആണ് അല്ലേ? അതർവൈസ് ഇത് മറ്റേ കേസിലാണ് ഈ റീജിയൻ വരിക. ദാറ്റ് ഈസ് 0 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇതും കണ്ടുപിടിക്കണ്ട. ബാക്കി എന്ത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി? ദിസ് ഈക്വൽ ടു, ഇവിടെ ഒരു കാര്യം എഴുതാൻ വിട്ടു പോയിട്ടുണ്ട്. എ ഒമേഗയിൽ 1/π അത് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇവിടെ ഞാൻ വിട്ടു പോയിട്ടുണ്ട്. 1/π. ഓക്കെ, ദിസ് ഈക്വൽ ടു 1/π
ഇനി നമുക്ക് ഈ ആകെ ഇത് മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി, കാരണം ഇതും 0 ആണ്, ഇതും 0 ആണ്. ദാറ്റ് ഈസ് -1 to 1 2 cos ഒമേഗ എക്സ് ഡി എക്സ്. 2 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. ദാറ്റ് ഈസ് 2 ഡിവൈഡ് ബൈ പൈ -1 to 1 2 cos ഒമേഗ എക്സ് ഡി എക്സ്. നമുക്കറിയാം, സോറി 2 വേണ്ട അല്ലേ. ഇനി കോസ് ഒമേഗ എക്സ് ഓഡാണോ ഈവൻ ആണോ? ഞാൻ പറയും കോസ് ഒമേഗ എക്സ് ഈവൻ ആണ്, കാരണം കോസ് എക്സ് ഈവനാ, അതുകൊണ്ട് കോസ് ഒമേഗ എക്സും ഈവനാ. ഇനി സൈൻ ഒമേഗ എക്സോ? സൈൻ ഒമേഗ എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡാണ്. ഓക്കെ, ദെർഫോർ -a to a ഈവൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? 2/π ഇൻറ്റു ഇതിനെ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് എഴുതാം. 2 എന്തായി? 4 ആയി. 4/π. നെക്സ്റ്റ് എന്താ വേണ്ടേ? കോസ് ഒമേഗ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. കോസിൻ്റെ ദാറ്റ് ഈസ് സൈൻ ഒമേഗ എക്സ് ഡിവൈഡഡ് ബൈ ഒമേഗ, കാരണം ഒമേഗ എക്സ് എക്സിൻ്റെ കോഫിഷ്യൻ്റാണ് ഒമേഗ, അതുകൊണ്ട് ഡിനോമിനേറ്റർ വരും 0 to 1. അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഒമേഗ നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു, അതുകൊണ്ട് എക്സിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഒമേഗ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ പൈ ഒമേഗ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി? സൈൻ ഒമേഗ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ സൈൻ 0. ദെർഫോർ ആൻസർ എന്താണ്? 4 ഡിവൈഡ് ബൈ പൈ ഒമേഗ സൈൻ ഒമേഗ. ഇത്രേ കണ്ടുപിടിക്കാനുള്ളൂ. കാരണം എന്താണ്? ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് ഫൊറിയർ ഇൻ്റഗ്രൽ. അതിലെ എ ഒമേഗ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി എന്തും കൂടി വേണം? ബി ഒമേഗയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് ഇനി ഒരു കാര്യം കൂടി കണ്ടുപിടിക്കണം. ബി ഒമേഗ കണ്ടുപിടിക്കണം. എന്താണ് ബി ഒമേഗ? ബി ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സംഭവം, പക്ഷേ ഇവിടെ കോസ് ഒമേഗക്ക് പകരം ഇവിടെ സൈൻ ഒമേഗ ആയിരിക്കും. ഇതേപോലെ തന്നെ കണ്ടുപിടിക്കും അല്ലേ? ചെയ്യാം, നമുക്ക് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. ഇക്വേഷൻ ഇതാണ്. ബി ഒമേഗ ഈക്വൽ ടു ബി ഒമേഗ ഈക്വൽ ടു 1/π മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു 1/π. തൊട്ട് മുന്നത്തെ പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. ഇവിടെ -ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ടെങ്കിലും നമുക്ക് -1 to 1 വരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ദെർഫോർ -1 to 1 എഫ് ഓഫ് എക്സ് ആ ടൈമിൽ 2 ആണ്. സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ദാറ്റ് ഈക്വൽ ടു 2 ഔട്ട് സൈഡ് എടുക്കാം. 2 ഡിവൈഡ് ബൈ പൈ ഇൻ്റഗ്രൽ -1 to 1 സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു എന്താണ്? സൈൻ ഒമേഗ എക്സ് പറഞ്ഞാൽ ഓഡ് ഫംഗ്ഷനാണ്. നമുക്കറിയാം ഓഡ് ഫംഗ്ഷൻ്റെ -a to a എന്താ കൃത്യമായി പറയണ്ടേ? ഇവിടെ ഓഡ് ഫംഗ്ഷൻ ആവും വേണം. ഇവിടെ -a to a -1 to 1 -2 to 2 -3 to 3 ഈ രീതിയിലായിരിക്കണം അല്ലേ? നമ്മൾ ആ ജോമെട്രി നോക്കിയാൽ മനസ്സിലാവും. ഈക്വൽ ഏരിയ വന്നതുകൊണ്ടാണ് ഇങ്ങോട്ട് ഒരു ഏരിയ, ഇങ്ങോട്ട് കൃത്യമായ ഏരിയ. ദാറ്റ് ഈസ് അങ്ങനത്തെ ഏരിയ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യണതും ഡബിൾ എടുക്കുന്നതും. അത് അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ -1 ആണെങ്കിൽ ഇവിടെയും 1 ആയിരിക്കണം. ഓക്കെ, നമുക്കറിയാം -1 to 1 ഓഡ് ഫംഗ്ഷൻ ദിസ് ഈക്വൽ ടു 0, ഇത് ഈക്വൽ ടു 0 എഴുതി വെക്കാം. ബ്രാക്കറ്റ് നിങ്ങൾ എഴുതിയാൽ മതി. ദ സിൻസ് സൈൻ ഒമേഗ എക്സ് ഈസ് ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻ്റഗ്രേഷൻ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് സോൾവ് ആയി കിട്ടും. അടുത്ത ഇതേപോലെ നമുക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സ്ഥലം ഒരു കുറേ ചുരുക്കം സ്ഥലമാണ്. ഇവിടെ തന്നിട്ടുണ്ട് ഫൈൻഡ് ഫൊറിയർ ഇൻ്റഗ്രൽ. അപ്പോൾ ഡെഫിനിഷൻ ഇതേപോലെ, ഞാൻ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾറെഡി ഡെഫിനിഷൻ എഴുതി വെച്ചത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിച്ചെഴുതണം. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ 5 മാർക്കാണെങ്കിൽ ഇതിന് ഓരോന്നിനും ഓരോ മാർക്കാണ്. കാരണം വാല്യൂഷൻ ടൈമിൽ നമുക്കറിയണതാണ് ഇതിന് 1 മാർക്ക് കൊടുക്കും, ഇതിന് 1 മാർക്കോ അല്ലെങ്കിൽ ഇതിന് രണ്ടിനും പാടെ 1 മാർക്ക് കൊടുക്കും. അപ്പോൾ 5 മാർക്കുള്ള ക്വസ്റ്റ്യൻ 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് കാണാതെ എഴുതിയാൽ മതി. ഇത് എഴുതിയിട്ടില്ലെങ്കിലോ കംപ്ലീറ്റ് ശരിയാണെങ്കിൽ മാത്രമേ ഇതിന് മാർക്ക് കിട്ടുള്ളൂ. ഒരു കുട്ടി ഇത് എഴുതാതെ കംപ്ലീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആൻസർ ശരിയാണെങ്കിൽ മാത്രമേ ഇതിന് മാർക്കുള്ളൂ. അല്ലാതെ ഒരു കുട്ടി എന്ത് ചെയ്ത് കംപ്ലീറ്റ് എഴുതിയത് കംപ്ലീറ്റ് തെറ്റാണ്, പക്ഷേ ഇത് മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള മാർക്ക് അവനക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് പോവില്ല. ഫൈനൽ ആൻസർ തെറ്റുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 1 മാർക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് മാർക്ക് കിട്ടും.
അപ്പോൾ ഓരോ 20 മാർക്കുള്ള ക്വസ്റ്റ്യൻ ഇത്രയും മാർക്ക് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ, ഇത്രയും സ്റ്റെപ്പ് എഴുതി കിട്ടുമ്പോൾ നിങ്ങൾ 15 മാർക്ക് മിനിമം നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ എന്താണ് തൊട്ട് മുന്നത്തെ പോലെ തന്നെ എ ഒമേഗ കണ്ടുപിടിക്കണം, ബി ഒമേഗ കണ്ടുപിടിക്കണം. ഇവിടെ എ ഒമേഗ ഞാൻ പെട്ടെന്ന് പറയാൻ പോവുകയാണ്. എ ഒമേഗ ഈക്വൽ ടു ഇത്രയും എഴുതി വെക്കുക, എന്നിട്ട് എ ഒമേഗ കണ്ടുപിടിക്കുക. എ ഒമേഗ ഈക്വൽ ടു 1/π ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്ക്, എക്സിന് എക്സ് ഇവിടെ എഴുതാൻ പോവുകയാണ്. ദാറ്റ് ഈസ് മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എക്സ് 0ക്ക് താഴെ ആവുമ്പോൾ കംപ്ലീറ്റ് ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇനി 0 ഫംഗ്ഷൻ്റെ വാല്യൂ 1/2 ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട. ഒരു പോയിന്റിൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പോയിന്റിൽ ഇൻ്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുക. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കണില്ല, ഈ ഭാഗം നമ്മൾ കണ്ടുപിടിക്കണില്ല. പിന്നെ ആകെ എന്ത് മാത്രമേ കണ്ടുപിടിക്കണുള്ളൂ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ് e⁻⁻x. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേ ഡെഫിനിഷൻ ഇതേപോലെ എഴുതി വെക്കാം. ദാറ്റ് ഈസ് എ ഒമേഗ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഇനി ഇവിടെ 0 വരുന്ന കേസ് ഒന്നും നിങ്ങൾ എടുക്കണ്ട, ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, അല്ലാത്ത കേസ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, നമ്മൾ ശരിക്കും മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ കണ്ടുപിടിക്കണം. പക്ഷേ ഇതൊക്കെ 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ മാത്രമേ ഇൻറ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് 0 ടു ഇൻഫിനിറ്റി e⁻f of x എന്നാണ് e⁻−x കോസ് ഒമേഗ എക്സ് ഡി എക്സ്. ഞാൻ തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ പഠിക്കണം എന്നുള്ളത്. ദാറ്റ് ഈസ് ഇതേത് ഫോമിലാണ്, e⁻ax കോസ് ബി എക്സ്. എന്താണ് എ ഈക്വൽ ടു -1, ബി ഈക്വൽ ടു ഒമേഗ. അപ്പോൾ ഒന്നെങ്കിൽ ഇത് നിങ്ങൾ ചെയ്ത് അങ്ങനെ പോകണം. ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ 1.5 പേജ് നിങ്ങൾക്ക് എടുക്കും, ടൈമും വേസ്റ്റ് ആവും. അഥവാ തെറ്റിയുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആൻസർ കിട്ടും. അതുകൊണ്ടാണ് ഈ ഫോർമുല പഠിച്ചു വെക്കാൻ പറഞ്ഞത്. ഈ ഫോർമുല അതേപോലെ എഴുതി വെക്കുക. ദിസ് ഈക്വൽ ടു 1/π. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എഴുതി വെക്കുക, 0 ടു ഇൻഫിനിറ്റി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ആൻസർ എഴുതി വെക്കുക. ദാറ്റ് ഈസ് എന്താണ് e⁻−x ഡിവൈഡ് ബൈ എ എന്തായിരുന്നു, എ ഈക്വൽ ടു -1. ഓക്കെ, ദാറ്റ് ഈസ് -1 സ്ക്വയർ, ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ, ദാറ്റ് ഈസ് ബി സ്ക്വയർ. ഇനി എ കോസ് ഒമേഗ, എ നമുക്കറിയാം, ദാറ്റ് ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ എക്സ് മൈനസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ്. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്തിനാണ് നമ്മൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സിനാണ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, 1 സ്ക്വയർ പ്ലസ് ദാറ്റ് ഈസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ ഉള്ളത്, e⁻−x മൈനസ്, ഇവിടെ ഞാൻ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും 0 ടു ഇൻഫിനിറ്റി. ഇനി 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. നിങ്ങൾ ഒരുപാട് ടേം ഉണ്ട് വിചാരിച്ച് ബുദ്ധിമുട്ടി നിൽക്കണ്ട. കാരണം എന്താ, അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ e⁻−∞ വരിക. എക്സിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ e⁻−∞ ആണ് വരിക. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു e⁻−∞ പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയിപ്പോകും. കാരണം 0 ഇൻറ്റു സംതിങ് ആണ് വരിക. ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും 0 ഇൻറ്റു വരുന്നത്. ദെർഫോർ 0 അപ്പർ ലിമിറ്റ് മൈനസ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേം എന്താവും, ഈ ടേം 0 വരും, കാരണം സൈൻ 0 വരും. ബാക്കി എന്താ ഉള്ളത്, e⁻0 ദാറ്റ് ഈസ് 1 ആണ്. നെക്സ്റ്റ് കോസ് 0. ദെർഫോർ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഇത് 1 വരും, ഇൻറ്റു ഇവിടെ -1 വരും, ഇത് 0 വരും. വളരെ സിമ്പിളായി. ദാറ്റ് ഈസ് 1 ഇൻറ്റു -1 ഇൻറ്റു -1, ദാറ്റ് ഈസ് 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ആൻസർ. ഇത്രയും ക്ലിയർ ആണോ? ആ പറയൂ. ഏത്? 1/, ഓക്കെ ഞാൻ പറയാം. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എന്തായിക്കോട്ടെ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതിനെങ്ങനെ എഴുതാം, -∞ മുതൽ 0 അല്ലേ. നമ്മൾ ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, എക്സിൻ്റെ വാല്യൂ 0, എക്സിൻ്റെ വാല്യൂ 0 താഴെ വരുമ്പോൾ എന്താണ്, കംപ്ലീറ്റ് 0. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എക്സിലൊന്നും
അറ്റ് എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ്റെ വാല്യൂ 1/2. പിന്നെ ഇവിടെ നിന്ന് കേട്ടോ ഫംഗ്ഷൻ്റെ വാല്യൂ e⁻⁻x. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്താണ് -∞ മുതൽ 0 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെന്താ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക 0 മുതൽ ∞ ആണ്. നമുക്കറിയാം ഇൻ്റഗ്രൽ a to a f(x). ഇവിടെ നമ്മൾ ചെയ്യാൻ നിന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇൻ്റഗ്രൽ 0 to 0 എന്നല്ലേ വരിക, കാരണം x ഈക്വൽ ടു 0 അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻ്റഗ്രലിൽ ഇവിടെ സ്പ്ലിറ്റ് ചെയ്താണെങ്കിൽ -∞ മുതൽ 0 എഴുതും. അടുത്തെന്താണ് x ഈക്വൽ ടു 0 ആണ്, അപ്പോൾ 0 to 0 എഴുതും. പ്ലസ് അടുത്തെന്താണ് 0 മുതൽ ∞ വരെ എഴുതും. നമുക്ക് റിസൾട്ട് അറിയാം ഇൻ്റഗ്രൽ a to a. നമ്മൾ ഇൻ്റഗ്രൽ a to a f(x) എന്താ എന്ത് കണ്ടിപ്പോൾ ഇൻ്റഗ്രൽ 1 to 1 x dx എന്താ വരിക x²/2 വരും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 1 ആണ്. സെയിം സാധനം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക 1/2 - 1/2. അപ്പോൾ ഇൻ്റഗ്രൽ a to a എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 0 വരും. ഇനി ആ രീതിയിൽ ആലോചിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത് -∞ മുതൽ ∞ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം -∞ മുതൽ 0 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, പിന്നെ 0 മുതലാണ്. അല്ലാതെ ഈ ഒരു പോയിന്റ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ക്ലിയർ ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ. അപ്പോൾ x ഈക്വൽ ടു 0 ഇൻ്റഗ്രൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഒരു പോയിന്റിൽ ഒരിക്കലും ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. നമ്മൾ ഇൻ്റഗ്രേറ്റ് പറഞ്ഞല്ല, ഇൻ്റഗ്രൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ ഏരിയ അണ്ടർ ദി കർവാണ്. അപ്പോൾ ഒരു പോയിന്റിൽ ഏരിയ, ഒരു ലൈനിൻ്റെ ഏരിയ എന്താ 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 0 പറഞ്ഞാൽ ഒരു ലൈന്, ഈ ലൈനിൻ്റെ ഏരിയ വരണമെങ്കിൽ ജസ്റ്റ് അടുത്ത ഒരു പോയിന്റൊക്കെയും പോകണം, അപ്പോഴേ ഏരിയ വരുള്ളൂ. അപ്പോൾ ഒരു ലൈനിൻ്റെ ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ?